ഹായ് ഫുഡീസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്ത് ആവോലിയാണ്. അപ്പോൾ ആവോലി നന്നായി കഴുകി മുറിച്ചിട്ട് എന്ത് ചെയ്യാം, അതിലേക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾ, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതും കൂടി മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക. എൻ്റെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. എൻ്റെ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിടുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളക് ഇടുക. അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ചെറിയുള്ളി ഞാനിപ്പോൾ ഏകദേശം ഒരു 200 ഗ്രാം, ഒരു 150-200 ഗ്രാം ചെറിയുള്ളി ഉണ്ടാവും നന്നാക്കിയത്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ കൂടി എന്താവും, നന്നായിട്ടൊന്ന് സോട്ടായിട്ട്, അതായത് ചെറിയുള്ളിയുടെ കളർ ഒന്ന് മാറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നോർമൽ മീൻ പൊള്ളിച്ചതല്ല, ഒരു വെറൈറ്റിയാണ്. അതായത് നമ്മൾ നോർമലി ഇങ്ങനെ മസാല ഉണ്ടാക്കി തേങ്ങാപ്പാൽ ഒഴിച്ച് ഇലയെ പൊതിഞ്ഞ് വെക്കുക ചെയ്യാറ്. നമ്മൾ ഇന്ന് കുറച്ച് വെറൈറ്റി രീതിയിൽ, ഇത് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം, ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇതൊന്ന് സോട്ടായി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമല്ലോ. അപ്പോൾ ഏകദേശം ഒന്ന് കളറ് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പേസ്റ്റ് ഉണ്ടല്ലോ, അതായത് മുളക് പൊടി, മഞ്ഞൾ, ഉപ്പ്, കുരുമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും മിക്സ് ചെയ്ത പേസ്റ്റ് അല്ലേ, മിക്സ് ചെയ്ത് നരച്ച പേസ്റ്റ്, അതിലേക്ക് കുറച്ച് മാത്രം എന്ത് ചെയ്യുക, എടുത്തിട്ട് നമ്മൾ മീനിലേക്ക് മാരിനേറ്റ് ചെയ്യുക. മാരിനേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ളത് ഉണ്ടാവും. ആ ബാക്കിയുള്ളത് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ഉള്ളി ഒന്ന് സോട്ടായി വരുമ്പോൾ ഇതിലേക്ക് ഒഴിക്കുക. ഇനി കുറച്ച് ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലൊഴിക്കുക. എന്നിട്ട് ഇത് നന്നായി വറ്റി കുഴഞ്ഞൊരു പരിവാവും. നമുക്കറിയാമല്ലോ കാണുമ്പോൾ, അതായത് എണ്ണ തെളിയും. ഇതിലുള്ള എണ്ണ തെളിഞ്ഞ് വരുന്നവരെ എന്ത് ചെയ്യുക, ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് എന്ത് ചെയ്യുക, സോട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നോൺ സ്റ്റിക്ക് അല്ല എടുക്കുന്നത്, നമ്മൾ കൈയെടുക്കാതെ ഇളക്കേണ്ടി വരും. പിന്നെ നല്ല കുറുകിയ തേങ്ങാപ്പാൽ, ഞാനിവിടെ ഏകദേശം ഒരു അരമുറി തേങ്ങയോളം നല്ല കുറുകിയ തേങ്ങാപ്പാലെടുത്ത് അത് ഈ എണ്ണ തെളിഞ്ഞ് വരുന്ന സ്റ്റേജിൽ ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ തേങ്ങാപ്പാലൊന്ന് വറ്റി കുറുകി വരുമല്ലോ, ഫുള്ളായിട്ട് കുറുകണ്ട, ഏതാണ്ടൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മീൻ ഇതിലേക്ക് ഇടാം. മീൻ ഇതിലേക്ക് ഇട്ടിട്ട് എന്ന് വെച്ചാൽ അതായത് ഈ മസാല അതിൻ്റെ മേലക്കൂടെ ഇങ്ങനെ മൂടി നന്നായിട്ട് വെയിറ്റ് ചെയ്യുക. അതായത് നമ്മൾ തിരിച്ചോ മറിച്ചോ ഒന്നും ഇടണ്ട, ഇങ്ങനെ തന്നെ വെച്ചിട്ട് മസാല അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇത് ഈ ഒരു പരിവാവുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇതെന്ത് ചെയ്യുക, നമ്മൾ നല്ല വാട്ടിയ ഫ്രഷ് ആയിട്ടുള്ള ഇലയില്ല, അതിലേക്ക് എന്ത് ചെയ്യുക, മീൻ വെക്കുക. അതിൻ്റെ ഞാനിപ്പോൾ 3 സ്പേസ് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോന്നിലും ബാക്കി വരുന്ന മസാല ഇതിലേക്ക് വെക്കുക. എന്നിട്ട് ഞാനിവിടെ ദോശക്കല്ലെടുത്ത് ദോശക്കല്ലിൽ കുറച്ച് എണ്ണ തടവി, അല്ലെങ്കിൽ ഇല പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഫ്രൈ ചെയ്തെടുക്കുക. ഇല നല്ല രീതിയിൽ വാടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇല ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ എന്ത് ചെയ്യുക, തിരിച്ചും മറിച്ചു വിട്ടിട്ട് വാട്ടിയെടുക്കുക. ഞാനിങ്ങനെ ഇവിടെ 3 ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇല നമ്മൾ റാപ്പ് ചെയ്തിട്ട് നമ്മളെ വാഴേൻ്റെ ഒരു സാധനം ഇല്ലേ, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇനി ഇത് കുറച്ചുകൂടി ടൈം കഴിഞ്ഞ് കഴിക്കണം, നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് ഇതിൽ പിടിച്ച് ഇതുണ്ടാവും. ചൂടിൽ കഴിക്കുമ്പോൾ ടേസ്റ്റാണ്, കുറച്ച് കഴിഞ്ഞ് കഴിക്കുമ്പോൾ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്ന് വെച്ചാൽ ഇത് നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുറച്ചൊരു ചേഞ്ച് ഉണ്ട്, ഫ്ലേവറും നല്ല പോലെ ഉണ്ടാവും ഇതിന്. നമ്മളെ നോർമൽ മറ്റേതിന് കാട്ടും കുറച്ചും കൂടി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക, അഭിപ്രായങ്ങളും അറിയിക്കുക. ഓക്കെ, താങ്ക്